Hello students, today we are going to discuss about the half-life time period for a first order reaction. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടിയതിനെ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ k equal to 2.303 t log what was it a naught by a. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടായിരുന്നത് k equal to 2.303 by t. What was it? Log a by a minus x. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ ഈസ് റിഡ്യൂസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇവിടെ എഴുതാം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് 100 ആണ്. 100 നമ്മുടെ എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്, ഇതാണ് റിയാക്റ്റൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് റിഡ്യൂസ് ടു എന്താണ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് 100/2, ഇല്ലെങ്കിൽ എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് റിഡ്യൂസ് ടു ഹാഫ് ഓഫ് ഇറ്റ്. ദിസ് now becomes what? This now becomes our final concentration. ആദ്യം 100 എടുത്തു, അതിൻ്റെ നേർ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ നേർ പകുതിയാണ് നമ്മുടെ എന്ത് നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയി മാറാൻ വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത് ഹാഫ് ലൈഫ് പീരിയഡ്. ആൻഡ് ഹൗ വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ്? വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് എന്താണ് ടി ഹാഫ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എ ടൈം ഡ്യൂറിങ് വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് റിഡ്യൂസ് ടു ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ദാറ്റ് ടൈം ഈസ് നോൺ ആസ് ദ ഹാഫ് റിയാക്ഷൻ. സോ ഹൗ ക്യാൻ വി സേ, ഫോർ എക്സാമ്പിൾ വി ഹാവ് റിട്ടൺ k equal to 2.303 by t log initial concentration by what? Initial concentration by our final concentration. So we have seen that let our initial concentration at time t be 0. So what is our final concentration at t half? കുറച്ചു മുമ്പേ നോക്കി നമ്മൾ എന്താണ്, it is half of the initial concentration. So on substituting this value we will get k equal to 2.303 by half life ആണ്. So t half equal to log what is it? Log a naught by ടി ഹാഫിൽ എന്താണ് നമ്മുടെ എ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ഇറ്റ് വിൽ ബി എ നോട്ട് ബൈ വാട്ട്? എ നോട്ട് ബൈ 2. ഓർ ദിസ് ടേം ക്യാൻ ബി റിട്ടൺ ആസ്, ടി ഹാഫിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, ടി ഹാഫ് ഈക്വൽ ടു 2.303 ബൈ കെ ലോഗ് എന്തായിരിക്കും? ദിസ് വിൽ ബിക്കം ലോഗ് 2. എ നോട്ട് ക്യാൻസൽ ആവും. ദിസ് വിൽ ബിക്കം എന്താണ് ലോഗ് 2. എങ്ങനെയായിരിക്കും നമുക്ക് ഈ എക്സ്പ്രഷനെ എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി ലോഗ് 2 a naught by what? It will be log 2 a naught by a. So we will get endana log 2. We know the value for log 2 equal to etrayana? It is 0.3010. So substituting this value in this equation we will get t half equal to 2.303 by k. What is it? Into 0.3010. Or we will get thus t half equal to 0.693 by k. What is that? t half equal to 0.693 by k. So ഇവിടെ നോക്കുക, നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടി ഹാഫ് നോക്കി അല്ലേ? ടി ഹാഫ് നമുക്ക് വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? വി ഹാവ് ഗോട്ട് ദ വാല്യൂ ഫോർ ടി ഹാഫ് ഈക്വൽ ടു 0.693 by what? 0.693 by k. Now in this case you can see that this is the half life period for a first order reaction. In the case of half life for a first order reaction, it does not depend upon the initial concentration of the reactant. അല്ലേ? നമ്മുടെ ഈ ഇക്വേഷനിൽ ടി ഹാഫ് ഈക്വൽ ടു 0.693 നോക്കുക. ഇവിടെ എന്താണ്? we can say that half life is independent of the initial concentration for a first order. Independent of the initial concentration of reactant for what? For a first order reaction. ഇവിടെ നമുക്ക് എവിടെയും എന്ത് വരുന്നില്ല? കോൺസെൻട്രേഷൻ വാല്യൂ വരുന്നില്ല. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഈ ഇക്വേഷൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഡു പ്രോബ്ലംസ്.
So coming to our first problem, ഇവിടെ നോക്കുക, the half life period for a reaction of first order is 100 seconds. So എന്താണ് തന്നിരിക്കേണ്ടത്? നമുക്ക് ഇവിടെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കേണ്ടത്? ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഗിവൺ ആസ് വാട്ട്? It is given as 100 seconds. So what we have to calculate? We have to calculate the rate constant. So ഈ ചോദ്യത്തിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? We have to find out the rate constant. എങ്ങനെയാ ചെയ്യുക? വളരെ സിമ്പിൾ. നമ്മളിപ്പോൾ പഠിച്ച എന്താണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫോർ എ ഹാഫ് ലൈഫ്. വാട്ട് ഈസ് ദാറ്റ്? ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ കെ. പ്രോബ്ലംസ് ഒപ്പം നോട്ടിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. So T half equal to what? 0.693 by K. So the value for T half is given. We have to find out the value for K. So we can write it as K equal to 0.693 by what? T half. Substituting the value for T half, we will get 0.693 by what is the value for T half? It is 100 seconds. So on solving this, our answer will be what? The value for rate constant will be 6.93 into 10 to the power of minus 3 what? Minus second inverse. ഇനി തിരിച്ചാണ്, നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ട്, ടി ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഏതാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഹാഫ് ലൈഫ്. ദിസ് ഇസ് ഫോർ ഫസ്റ്റ് ഓർഡർ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. നമുക്ക് ഓരോ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ വരുമ്പോൾ നമ്മുടെ ടി ഹാഫ് വ്യത്യാസം ഉണ്ടാവും. സോ ഫസ്റ്റ് ഓർഡർ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ ഹാഫ് ലൈഫ് ഈസ് ഗിവൺ as 0.693 by K. അപ്പോൾ ലെറ്റ് us മൂവ് ഓൺ ടു അവർ സെക്കൻഡ് പ്രോബ്ലം. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ നോക്കുക, ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഗിവൺ. അപ്പോൾ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 60 സെക്കൻഡ് ഇൻവേഴ്സ്. ചോദ്യം എന്താണ്? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റിഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറും? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് എ നോട്ട്, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് എടുക്കാം? എ. അപ്പോൾ ചോദ്യം എന്താണ്? ടു റിഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ടു ഇറ്റ്സ് 1/16. ഇത് 1 ആണ്. 1/16 വാല്യൂ പറഞ്ഞ എന്താണ്? അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ പറയുന്നത് നമ്മുടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? എത്ര റിഡ്യൂസ് ചെയ്തു? 1/16 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇല്ലെങ്കിൽ എ നോട്ട് എഴുതാം, ഇല്ലെങ്കിൽ എന്താ എഴുതാം? 1/16 എ. അപ്പോൾ ചോദ്യം എന്താണ്? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റിഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടു 1/16 വാല്യൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ 1/16 വാല്യൂ. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതാച്ചാൽ നമുക്കറിയാം, കെ ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് വാട്ട് ഈസ് ദാറ്റ്? ലോഗ് എ നോട്ട് ബൈ എന്താണ്? എ. ഇനി ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടി ഈക്വൽ ടു 2.303 ബൈ കെയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം? 60 സെക്കൻഡ് ഇൻവേഴ്സ് തന്നിട്ടുണ്ട്, 60. ഇനി നോക്കുക, ലോഗ് എ നോട്ട് എത്രയാണ്? ലോഗ് എ നോട്ട് ഈസ് എ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ഫൈനൽ എന്താണ്? 1/16 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/16 എ, or it can be written as T equal to 2.303 by 60 എന്താണ്? ലോഗ് എന്താ കിട്ടുക നമുക്ക്? ലോഗ് 16. എ ബൈ എ ക്യാൻസൽ ആവും. ഇനി ഇവിടെ നോക്കുക, ലോഗ് 16 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ ചെയ്യാം. ലോഗ് 16 ഈക്വൽ ടു എന്താണ്? ലോഗ് 4 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതിവിടെ എഴുതുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ദസ് എന്താണ്? 2 log 4 or 2 log 4 can be written as എന്താണ്? 2 log 2 raised to 2. ശരിയല്ലേ? അപ്പോൾ ഇത് 2 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എന്താണ്? 4 log 2. അപ്പോൾ log 16 നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 4 log 2. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ വി വിൽ ഗെറ്റ് 2.303 ബൈ എന്തെഴുതാം? 60. കെയുടെ വാല്യൂ log 16ന്റെ പകരം നമുക്ക് എന്തെഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 log 2. ഇറ്റ് ഈസ് 4 log 2. We know the value for log 2 എത്രയാണ്? 0.3010, or we can write it as 2.303 by 60 into 4 into എന്താണ്? log 2യുടെ പകരം 0.3010. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 15. 2.303 into 0.3010 by 15. സോ നമ്മുടെ ആൻസർ എന്താ കിട്ടുക?
ടി ഈക്വൽ ടു 4.6 ഇൻറ്റു 10 to the power of -2 സെക്കൻഡ് അല്ലേ, ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്തായിരിക്കും? 4.6 ഇൻറ്റു 10 to the power of -2 സെക്കൻഡ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രോബ്ലം നോക്കുക. ഇത് നിങ്ങൾ നോട്ടിൽ ഡു ഇറ്റ് ആസ് ആൻ ഹോംവർക്ക്. എന്താണ്? എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് 10 to the power of -2 സെക്കൻഡ് ഇൻവേഴ്സ്. കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഫോർ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കണം. ടി ഹാഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ. സോ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.